സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കും മീഡിയം സൈസിലുള്ള ഒരു സവാള ഉള്ളിയാണ്. വളരെ കുറഞ്ഞ അളവിലാണ് സാലഡ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാള ഉള്ളി എടുത്താൽ മതി. നമുക്ക് ആ ഉള്ളിയുടെ മേളിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാള ഉള്ളി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്. അത് നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. എത്രമാത്രം കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രമാത്രം കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അത് രണ്ടും നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സവാള ഉള്ളി അതിൻ്റെ ലേയേഴ്സൊക്കെ പൊട്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നന്നായിട്ട് ഞെരടിയതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ആ സവാള ഉള്ളിയുടെ ആ ഒരു പുകച്ചിലും ആ രുചിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഞാനൊരു 2 വട്ടം ഇതേപോലെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഓട്ടപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നോർമലി കാറ്ററിംഗുകാർ ഈ രീതിയിലാണ് സാലഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സാലഡ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത സവാളയുടെയും ബീറ്റ്റൂട്ടും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് 2 എണ്ണമാണ്. അത് അധികം എരിവില്ലാത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കുക്കുംബറും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അതും കനം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്കൊരു കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ അല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ വിനീഗറിൻ്റെയും അതേപോലെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാലഡ് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.